നമസ്കാരം. ഞാനിപ്പോൾ വെൻടോങ് ഡിവൈസിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. നമ്മുടെ 18 വർഷം ഈ ഒരു ഫീൽഡിൽ, അതായത് TCM ബേസ് ചെയ്തുകൊണ്ട്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ബേസ് ചെയ്തുകൊണ്ട്, ആയുർവേദ ബയോടെക്നോളജി അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സും പ്രോഡക്റ്റുകളും മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോഹോവെ. ആ കമ്പനിയുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഏറ്റവും പുതിയ ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ വെൻടോങ് ഡിവൈസ്. ആ വെൻടോങ് ഡിവൈസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നത്തെ ഈ സമയം ഇവിടെ എടുക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ശരീരത്തിൻ്റെ താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ നീർക്കെട്ടുള്ള ഭാഗത്ത് പെട്ടെന്ന് രോഗങ്ങൾ, അണുബാധയായാലും അല്ലെങ്കിൽ മറ്റുള്ള സർക്കുലേഷൻ പ്രോബ്ലം ആയാലും പെട്ടെന്ന് രോഗങ്ങൾ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആയുർവേദത്തിലായാലും മറ്റുള്ള ഇതിലായാലും ബോഡി ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് ഓരോ ഭാഗത്ത് കിഴി പിടിക്കുക, അങ്ങനെ മറ്റുള്ള സംഭവങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആ ഭാഗത്തെ നീർക്കെട്ട് ഒഴിവാക്കാനും ആ പർട്ടിക്കുലർ ഭാഗത്ത് നീർക്കെട്ട് ഒഴിവാക്കാനും അവിടെ സർക്കുലേഷൻ നോർമൽ രീതിയിലാക്കാനാണ് ആ സിസ്റ്റം ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ കോൾഡ് ഡാംനസ് എത്ര ഡേഞ്ചറാണെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. കോൾഡ് ഡാംനസ് അഥവാ നീർക്കെട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിലുള്ള ജലാംശത്തിൻ്റെ അളവ് പല സ്ഥലങ്ങളിലായിട്ട് കൃത്യമായി ശരീരത്തിൽ നിന്ന് അത് പുറത്തു പോകാതെ ഡീടോക്സ് ആവാതെ പല ഭാഗത്തും കെട്ടിക്കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഓയിലി സ്കിൻ ഉണ്ടാവും, ഡൽ കോംപ്ലക്ഷൻ ആയിരിക്കും സ്കിന്നിന് എപ്പോഴും. സ്കിൻ എഡിമ എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. അതായത് ഈ കാലും കൈയൊക്കെ വീക്കം ഉണ്ടാവുക. അവരുടെ നാക്കിൽ കട്ടിയുള്ള വേസ്റ്റ് അടിഞ്ഞുകൂടും. ഉറങ്ങിയൊക്കെ എണീക്കുമ്പോൾ വളരെ തിക്കായിട്ടുള്ള കോട്ടിങ് ഉണ്ടാവും അവരുടെ നാക്കിലൊക്കെ. അതുപോലെ അവർ സംസാരിക്കുമ്പോൾ വളരെ ബാഡ് ബ്രീത്ത് നമുക്ക് അനുഭവപ്പെടും. ഇതൊക്കെ ഈ നീർക്കെട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ, എസ്പെഷ്യലി സ്പ്ലീനിലൊക്കെ നീർക്കെട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന സാധ്യതയുള്ള ലക്ഷണങ്ങളാണ്. അപ്പം ഇത് നമ്മൾ സാധാരണയായിട്ട് ഒരുപാട് ആളുകൾ കണ്ടുവരുന്ന സംഭവമാണ്. അതുപോലെ കോൾഡ് ഡാംപ്നെസ്, ഈ നീർക്കെട്ട് നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് മെറ്റബോളിസം വളരെ ലോ ആയിരിക്കും. ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒബേസിറ്റി, പൊണ്ണത്തടികൾ ഉണ്ടാകാനുള്ള പൊത്തടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ ഈ മെൻസ്ട്രൽ ടൈമിൽ അല്ലെങ്കിൽ ഈ പീരീഡ് ടൈമിൽ അൺകംഫർട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അബ്നോർമൽ വെജൈനൽ ഡിസ്ചാർജസ്, അത് വെള്ളപ്പോക്ക് പോലുള്ള അസാധാരണമായ വെജൈനൽ ഡിസ്ചാർജസ് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിനൊക്കെ കാരണം ബോഡിയിലെ ടെമ്പറേച്ചർ ബാലൻസ് അല്ല എന്നുള്ളതാണ്. ഇനി ഇത് ലിംപിലാണ്. ലിംപ് എന്ന് പറഞ്ഞാൽ കൈകാലുകളുടെ അറ്റത്തോ അല്ലെങ്കിൽ ജോയിൻസിലൊക്കെ ആണെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട്, കൈകാലുകൾ മരച്ചിരിക്കുക, ജോയിൻറ്റ് പെയിൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് പുറത്തിൻ്റെ ഭാഗത്താണ്, നിങ്ങളുടെ കഴുത്തിൻ്റെയും പുറത്തിൻ്റെ ഭാഗത്താണെങ്കിൽ കഴുത്തിനൊരു പിടുത്തം അല്ലെങ്കിൽ ഈ പെടലിക്ക് വേദന അല്ലെങ്കിൽ ഷോൾഡർ സ്റ്റിഫ്നെസ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അതായത് നമ്മുടെ കഴുത്ത് എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഭാഗമാണ്. നമ്മുടെ ബ്രെയിനിലേക്കുള്ള കംപ്ലീറ്റ് സർക്കുലേഷനും ഈ കഴുത്ത് വഴിയാണ് പാസ് ത്രൂ ആകുന്നത്. അപ്പോൾ കഴുത്തിന് എന്തെങ്കിലും ഒരു മരപ്പ് പിടുത്തോ ഇങ്ങനത്തെ ഒരു ടൈറ്റ്നസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയുകയും നമുക്ക് അതുമൂലമുള്ള ധാരാളം ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. മരപ്പ്, വീക്ക്നെസ്, ഡിസിനെസ്, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് ഒക്കെ ഈ നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന സംഭവം. നമുക്കറിയാം, നമ്മളവിടെ ചൂട് പിടിക്കുകയോ ഹോട്ട് ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും കിഴി പിടിക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലീസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ കാലുകളിൽ ഈ കോൾഡ് ഡാംനെസ് എന്ന് പറയുന്ന സംഭവം കാലുകളിലാണെങ്കിൽ ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് ഇതുപോലുള്ള ജോയിൻസിൽ ഭയങ്കര എരിച്ചിൽ, പോച്ചിൽ, വേദന അങ്ങനെയൊക്കെ ഉണ്ടാവും. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ കാലിൻ്റെ അടിഭാഗത്ത് കാലിലൊക്കെ ചൊറിച്ചിൽ, തടിപ്പ്, അതുപോലെ കളർ ചേഞ്ച് ആവുക, കാലിൽ ഫീറ്റിൽ കാലിൻ്റെ ഭാഗങ്ങളിൽ കളർ ചേഞ്ച് ആവുക, ഇതൊക്കെ ഈ നീർക്കെട്ടിൻ്റെ ഭാഗം ഉണ്ടാകും. നീർക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ സർക്കുലേഷനൊക്കെ പ്രശ്നമാവും ആ ഏരിയയിൽ. അപ്പോൾ സെൽസൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങും എന്നുള്ളതാണ് അതിൻ്റെ സാരം. അപ്പോൾ ഇവിടെയാണ് ഈ TCM ഇതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫോർ ഹെൽത്ത് പ്രോബ്ലം കോസ്റ്റഡ് ബൈ കോൾഡ് ആൻഡ് ഡാംനെസ്, ചൈനീസ് മെഡിസിൻ പ്രിഫേർഡ് തെർമൽ തെറാപ്പി. TCMൽ ഇതിന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഉത്തമമായ ചികിത്സാ രീതി അല്ലെങ്കിൽ തെറാപ്പി എന്ന് പറയുന്നത് തെർമൽ തെറാപ്പിയാണ്. അതായത് ചൂട് പിടിക്കുക എന്നുള്ളത്. സോ അതിനാണ്. അപ്പോൾ ചൂട് എങ്ങനെയാണ് ബോഡിയിൽ നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ടെമ്പറേച്ചർ ഇൻ ഹ്യൂമൻ ബോഡി, അതായത് ശരീരത്തിലെ ഹ്യൂമൻ ബോഡീൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. മെഡിക്കൽ സയൻസ് പറയുന്നത്, പ്രൂവ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് കൂടിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി 5 മുതൽ 6 ടൈം വരെ കൂടാനായിട്ട് സാധ്യത. 1 ഡിഗ്രി കൂടിയാൽ നമുക്കറിയാം, നമുക്ക് 36.7 അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടാവുക. 1 ഡിഗ്രി റേസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ 5 to 6 ടൈംസ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. നമ്മൾക്ക് അതിനാണ് ഈ മറ്റ് രോഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്തിൽ ബോഡി സ്വന്തമായിട്ട് ടെമ്പറേച്ചർ കൂട്ടും. അതാണ് പനി എന്ന് നമ്മൾ പറയുന്നത്.
ടെമ്പറേച്ചർ കൂട്ടി ആ രോഗത്തെ പ്രതിരോധിക്കാനായിട്ട് ബോഡി ടെമ്പറേച്ചർ കൂട്ടും. അത് 5 to 6 ടൈംസ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും. പക്ഷേ സെയിം ടൈം അതേ 1 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ, കുറയുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെറ്റബോളിസം 12% ഡിഗ്രീസ് ആവുകയും ഇമ്മ്യൂണിറ്റി 30% കുറയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, 1 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ രോഗങ്ങളിലേക്ക് മാറാനും രോഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനും സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തെർമൽ തെറാപ്പീസിന് ഇമ്പോർട്ടൻറ്റ് മെയിൻ ടു കീപ്പ് ഹെൽത്തി. നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു മെത്തേഡാണ് ഈ തെർമൽ തെറാപ്പി എന്ന് പറയുന്നത്. അതിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഈ 18 വർഷം ഇന്ന് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള R&D സ്വന്തമായിട്ടുള്ള ഈ TCMും ആയുർവേദയും ബയോടെക്നോളജിയും കോമ്പിനേഷനായിട്ട് പ്രോഡക്റ്റുകളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോവേ. ആ കമ്പനിയുടെ ഏറ്റവും പുതിയ ഡിവൈസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത്. അതിൻ്റെ പേരാണ് വെങ്ടോങ് പ്രോ ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഇതിൽ 4 ഫങ്ഷൻസാണ് മെയിനായിട്ടുള്ളത്. 1 പ്ലാസ്മ ഫങ്ഷൻ, 2 തെർമൽ എനർജി തെറാപ്പി, ഫയർ ഇൻഫ്രാറെഡ് തെറാപ്പി, റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. അതിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാം തെർമൽ തെറാപ്പി കാലിലൂടെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാൻ സാധിക്കും. അതിൽ ബിഫോർ യൂസ് ആഫ്റ്റർ യൂസ് ശരീരത്തിൻ്റെ 2 വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് TCM പറയുന്നത്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പറയുന്നത്, അല്ലെങ്കിൽ നാച്ചുറോപ്പതി പറയുന്നത്, നമ്മുടെ കൈകാലുകളുടെ എഡ്ജിൽ അനേകം അക്യുപ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാദത്തിൻ്റെ അടിയിലാണെങ്കിൽ 66 മേജർ അക്യുപ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. ഈ 66 പോയിൻറ്റ്സിനെയും ഹീറ്റ് ചെയ്യുകയാണ്. ആ പോയിൻറ്റ്സിലാണ് ഹീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ ആവുന്നത്. അപ്പം എൻറ്റയർ ബോഡിയിലേക്ക് ഈ ഹീറ്റിനെ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ദ സോൾ ഓഫ് ദ ഫീറ്റ് ക്യാരി എ റിച്ച് നെറ്റ്വർക്ക് ഓഫ് നെർവ് എൻഡിങ് ദാറ്റ് ഏരിയ ക്ലോസ്ലി കണക്റ്റഡ് ടു ദ ബ്രെയിൻ. അതായത് കാല് മുതൽ കാലിൻ്റെ അടിയിൽ നമുക്ക് ബ്രെയിൻ വരെയുള്ള കണക്ഷൻസ് നമ്മുടെ കാലിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അവിടെ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ഫുള്ളായിട്ട് അതിൻ്റെ എഫക്റ്റ് ലഭിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി തെർമൽ എനർജി ഫീറ്റ് പെഡലിനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെഡലാണ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ വൃത്തിയായിട്ട് എത്ര വലിയ കാലും പാദവും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു ഫീറ്റ് പെഡലാണ്, ഈ ഫീറ്റ് പാൻഡലാണ് ഈ ഡിവൈസിലുള്ളത്. ഇനി നമുക്ക് നോക്കാം ഫയർ ഇൻഫ്രാറെഡ് തെറാപ്പിക്ക് നമുക്ക് ഇവിടെ കമ്പനി തന്നിരിക്കുന്ന ഒരു ബെൽറ്റാണ്. ആ ബെൽറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ. ഫയർ ഇൻഫ്രാറെഡ് പ്രൊമോട്ട്സ് എ കാപ്പിലറി ഡിലേഷൻ ആൻഡ് ഇൻക്രീസിങ് ഓക്സിജൻ സപ്ലൈ, ഹെൽപ്പിംഗ് ടു അലിവേറ്റ് കണ്ടീഷൻസ് സച്ച് ആസ് എ കോൾഡ് ആൻഡ് ഫീറ്റ് ഓർ സ്വെല്ലിംഗ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ഫയർ ഇൻഫ്രാറെഡ് കടന്നു ചെന്ന് മസിൽസ് ലെയർ, ഫാറ്റ് ലെയർ, സ്കിൻ ലെയർ, ഈ 3 ലെയറിലും വർക്ക് ചെയ്യും. വെറും ഒരു ചൂടല്ല, അതിനകത്തുനിന്ന് ഫയർ ഇൻഫ്രാറെഡ് ശരീരത്തിലേക്ക് കടന്ന് ചെന്ന് നമ്മുടെ മസിൽ ലെയറിലേക്ക് വർക്ക് ചെയ്ത് അവിടെയുള്ള സെൽസ് ടിഷ്യൂസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് ആ ഏരിയയിലുള്ള പ്രശ്നത്തെ സോൾവ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ബിഫോർ ആഫ്റ്റർ യൂസ് ചെയ്ത ഒരു ബോഡിയും യൂസ് ചെയ്തതിന് മുമ്പുള്ള ഒരു ശരീരത്തിൻ്റെ പിക്ചറൈസേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യും? മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യും, ഡീടോക്സിഫിക്കേഷൻ നടക്കും, അങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഇതാണ് ആ ഹീറ്റിംഗ് ബെൽറ്റ്. ഇതൊരു ഫയർ ഇൻഫ്രാറെഡ് ഇതാണ്, ഒരു സൂപ്പർ ഡിവൈസാണ്, അല്ല ഒരു അറ്റാച്ച്മെൻ്റാണ് അതിൻ്റെ കൂടെയുള്ള. ഇനി ഇതിനകത്തുള്ള റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് തെറാപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. റെഡ് ആൻഡ് ബ്ലൂ ലൈറ്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ reducing inflammation. Red and blue light therapy is a physically treatment method to use red and blue light radiation to achieve anti-inflammatory and antibacterial effect. ഇതുകൊണ്ട് ആൻറ്റി ഇൻഫ്ലമേഷൻ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ബോഡിക്ക് കിട്ടും. വൂണ്ട് ഹീലിംഗ്, മുറിവുകൾ ഉണക്കാൻ, നമ്മുടെ സ്കിന്നിൻ്റെ മേലുള്ള ചെറിയ ചെറിയ മുറിവുകൾ, അതായത് ദീർഘകാലമായിട്ട് ഉണങ്ങാത്ത മുറിവുകളൊക്കെ ഉണക്കാനായിട്ടൊക്കെ ഇത് സഹായിക്കും. സ്കിൻ ടെക്സ്ചറിനെ ഇമ്പ്രൂവ് ചെയ്യും. നമുക്കറിയാം, നമ്മളിന്ന് ഏറ്റവും കൂടുതൽ സാമ്പത്തികം ചിലവാക്കുന്നത് നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പല രീതിയിലുള്ള ക്രീമുകളായാലും പല രീതിയിലുള്ള തെറാപ്പികളായാലും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഡ്വാൻസ്ഡ് തെറാപ്പിയാണ് ഈ റെഡ് ലൈറ്റ് തെറാപ്പി. അപ്പോൾ ഈ റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് മാറി മാറി യൂസ് ചെയ്യുമ്പോൾ റെഡ് ലൈറ്റ് ബോഡിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടി ഇമ്പ്രൂവ് ചെയ്ത്, അതേപോലെ ബ്ലഡിലെ സ്കിന്നിലുള്ള സെൽസുകളെ, ഡാമേജ് സെൽസിനൊക്കെ ആക്റ്റീവ് ചെയ്ത് റീപ്രൊഡക്ഷൻ, അതായത് സെൽസിൻ്റെ റീപ്രൊഡക്ഷൻ കൂട്ടും. അപ്പോൾ നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള
സെല്ല് പോകുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ചുളിവ് മാറും. ഈ സ്കിന്നിനുള്ള സെൽസ് ഡാമേജ് ആകുമ്പോഴാണ് സ്കിന്ന് ചുളിയുന്നത്. അപ്പോൾ സ്കിന്നിൻ്റെ ചുളിവ് മാറും. അപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ഇന്ന് സെലിബ്രിറ്റി മേഖലയിലും ഫോറിനേഴ്സൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് ഈ റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് തെറാപ്പി. ഡാമേജ് സ്കിന്നിനെ ക്ലിയർ ചെയ്യാനും റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് തെറാപ്പി നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് നിങ്ങൾ ശരിക്കും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും. ഇതിനിങ്ങനെ ഒരു പാനലാണ് കൊടുത്തിരിക്കുന്നത് റെഡ് ലൈറ്റ് ബ്ലൂ ലൈറ്റ് തെറാപ്പി യൂസ് ചെയ്യാനായിട്ട്. ഇനിയുള്ളതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫംഗ്ഷനാണ് ഇത്, പ്ലാസ്മ തെറാപ്പി, പ്ലാസ്മ ഫംഗ്ഷൻ. ഇത് എംപ്രൂവ് റെസ്പിറേറ്ററി ഹെൽത്ത്. അതായത് നമുക്കറിയാം ഇന്ന് ശ്വാസം എത്ര പൊള്യൂട്ടഡ് ആയിട്ടെന്നുള്ള നമ്മൾ ഇരിക്കുന്ന ഏരിയ, നമ്മൾ നിൽക്കുന്ന ഏരിയ നടക്കുന്നതൊക്കെ വളരെ മലിനമാണ് ഇന്നത്തെ അന്തരീക്ഷം. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് ആ ഏരിയയിലുള്ള എയർ പ്യൂരിഫൈ ആവുകയും അവിടുത്തെ നെഗറ്റീവ് അയൺസിനെ റീചാർജ് ചെയ്ത് നെഗറ്റീവ് അയൺസിനെ അത് ചാർജ് ചെയ്ത് ഓക്സിജൻ ഇൻടേക്കിൻ്റെ അളവ് കൂട്ടും. അതായത് ഓക്സിജൻ അബ്സർവേഷൻ ഇംപ്രൂവ്ഡ് ബൈ അപ്രോക്സിമേറ്റ്ലി 20%. 20% നിങ്ങളുടെ ഓക്സിജൻ ഇൻടേക്കിനുള്ള കപ്പാസിറ്റി കൂട്ടി. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്പ്ലോഷൻ 14.5% വരെ കൂട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ശരിക്കും ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ എത്രമാത്രം ഓക്സിജൻ അകത്തേക്ക് പോകുന്നുണ്ട്, എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നമ്മുടെ ലങ്സിനെയും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിനും ബാധിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ എബിലിറ്റി കൂട്ടുകയാണ്. 20% ഓക്സിജൻ ഇൻടേക്ക് കൂട്ടും, 14% കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്ന പ്രക്രിയയും കൂട്ടാനായിട്ട് ഈ ഒരു എയർ പ്യൂരിഫിക്കേഷൻ ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യും. നെഗറ്റീവ് അയൺസ് ന്യൂട്രലൈസ് ദ പോസിറ്റീവ്ലി ചാർജഡ് എയർ ബോൺ. അതായത് ഇവിടെ നെഗറ്റീവും പോസിറ്റീവ് അയൺസും നെഗറ്റീവ് അയൺസും. ഈ പോസിറ്റീവ് അയൺസിന് നെഗറ്റീവ് ന്യൂട്രലൈസ് ചെയ്താൽ മാത്രമേ എയർ പ്യൂരിഫൈ ആവുള്ളൂ. നമ്മുടെ അറ്റ്മോസ്ഫിയർ നല്ലൊരു എനർജറ്റിക് ആയിട്ട് ഉണ്ടാവുള്ളൂ. അതിന് ഈ എയർ പ്യൂരിഫിക്കേഷൻ സഹായിക്കും. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യും. നെഗറ്റീവ് അയൺസ് ഇമ്പ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് സെല്ലുലാർ റീജനറേഷൻ. അപ്പോൾ സെല്ല് റീജനറേഷനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഈ നെഗറ്റീവ് അയൺസ് സഹായിക്കും. ഹെൽപ്പിംഗ് ടു എലിമിനേറ്റ് ലാക്റ്റിക് ആസിഡ് ആൻഡ് അതർ ഫാറ്റിക് റിലേറ്റഡ് സബ്സ്റ്റാൻസസ്. ദേ ആൾസോ ഇംപ്രൂവ് സ്ലീപ്പ് ക്വാളിറ്റി ആൻഡ് ലോവർ ബ്ലഡ് പ്രഷർ. ഈ ഉറക്കം കുറവുള്ളവർക്കൊക്കെ ഇത് വളരെയധികം സപ്പോർട്ട് ചെയ്യും. സോ ഇതാണ് നമ്മുടെ പ്ലാസ്മ ഫംഗ്ഷൻ്റെ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഈ ഡിവൈസ് വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഒരു കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഈ ഡിവൈസ് യൂസ് ചെയ്യേണ്ട വിധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ തെർമൽ പാനൽ യൂസ് ചെയ്യുമ്പം കാല് മാത്രം അതിൽ വയ്ക്കുക. കാല് രണ്ടും ടച്ച് ആവാൻ പാടില്ല. കാലിൽ നല്ലപോലെ ബോഡി ലോഷൻ അല്ലെങ്കിൽ റിലാക്സിങ് ജെല്ല് അപ്ലൈ ചെയ്തതിന് ശേഷം കാല് വയ്ക്കുക. അത് യൂസ് ചെയ്യേണ്ട വിധമൊക്കെ നിങ്ങൾക്ക് വീഡിയോസും മറ്റൊരു രീതിയിൽ നിങ്ങളെ ലീഡേഴ്സ് നിങ്ങളെ ഇത് എത്തിക്കുന്നവർ കൃത്യമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. ഇനി ഇതിനുള്ള സർട്ടിഫിക്കേഷനാണ് EAC സർട്ടിഫിക്കറ്റ് ഉണ്ട്, ISO 9001, ISO 14001, ISO 45001. ഇത്രയും സർട്ടിഫിക്കറ്റ്സുകളാണ്. ROHS സർട്ടിഫിക്കറ്റ് ഉണ്ട്, CE സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇത്രയും അപ്പം വളരെയധികം നാഷണൽ സർട്ടിഫിക്കറ്റ്സുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഒരു ഡിവൈസാണ്. അതുപോലെ സ്യൂട്ടബിൾ ഫോർ ഓൾ ടൈപ്പ് ഓഫ് പീപ്പിൾ. എല്ലാ ടൈപ്പുള്ള ആളുകൾക്കും ഇത് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓഫീസ് വർക്കേഴ്സ്, സബ് ഹെൽത്ത് ആളുകൾ. സബ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇന്ന് നമ്മൾ ഏതെങ്കിലുമൊക്കെ മരുന്നിന് സപ്പോർട്ട് കൂടിയാണ് എല്ലാവരും തന്നെ ജീവിക്കുന്നത്. അവരാണ് സബ് ഹെൽത്ത് എന്ന് പറയുന്നത്. അവരെല്ലാം നാളെ പേഷ്യൻ്റ് ആവാനായിട്ടുള്ള പ്ലാനിലാണ് ഉള്ളത്. അപ്പോൾ നോ ടൈം ഫോർ എക്സസൈസ് എന്ന് ആര് പറയുന്നു? ആർക്ക് എക്സസൈസ് ചെയ്യാൻ ടൈമില്ലയോ? പീപ്പിൾ ഹു കെയർ മച്ച് അബൌട്ട് ദെയർ ബ്യൂട്ടി. അവരുടെ സൗന്ദര്യത്തെ ആര് കെയർ ചെയ്യുന്നു? ഫിസിക്കൽ ഫാറ്റിക്, ലാക്ക് ഓഫ് എനർജി, അല്ലെങ്കിൽ വളരെ ക്ഷീണവും തളർച്ചയുള്ളവർക്കോ? ഹെൽത്ത് പ്രിസർവിങ് ഫോർ മിഡിൽ ഏജ്ഡ് ആൻഡ് എൽഡർലി പീപ്പിൾ. അതായത് മധ്യവയസ്കർക്കും പ്രായം ചെന്നവർക്കും എസ്പെഷ്യലി കമ്പൽസറി ഇത് യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെൻടോം ഡിവൈസ് ഇതാണ്. ഈ ഡിവൈസിൻ്റെ പൂർണ്ണനാമം വെൻടോം ഡിവൈസ് പ്രോ എന്നാണ്. അപ്പോൾ ഇത് എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക, ആരോഗ്യപരമായിട്ടിരിക്കുക. കീപ് ഹെൽത്ത് വിത്ത് ടെക്നോളജി, ബ്രേസ് ലോങ്ങിവിറ്റി വിത്ത് ഫോഹോവേ. അതാണ് നമ്മുടെ സ്ലോഗൻ. സോ താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.